നമ്മൾ മാത്രം എന്താ ലൈഫിൽ എവിടെ എത്താത്ത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഹായ്, അപ്പം ഞാൻ ടെറസിൻ്റെ മേലെ ഇരുന്നിട്ടാണ് വീഡിയോ ഇടുന്നത്. പല സൗണ്ടും കേൾക്കും, കാക്ക, കുരുവി, അങ്ങനെ എല്ലാം മൈൻഡ് ചെയ്യണ്ട. സംഭവം സൺഡേ ആയതുകൊണ്ട് റൂംമേറ്റ്സ് ആരും എഴുന്നേറ്റിട്ടില്ല. ഞാൻ അവിടെ ഇരുന്ന് കത്തി വെച്ചാൽ എന്നാലും മിക്കവാറും പുറത്താക്കും. ഓക്കെ, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ത് വീഡിയോ ആണെന്ന് ഇടണ്ടേ, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ചധികം എന്നെ ബുദ്ധിമുട്ടിച്ചൊരു തോട്ടുണ്ട്. നമ്മളൊരു മിഡ്-20s കയറി വരുന്ന സാധനമാണ്. നമ്മൾ മാത്രം എന്താ ലൈഫിൽ എവിടെ എത്താത്ത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മളുടെ ലൈഫിൽ നോക്കുമ്പോൾ ഫ്രണ്ട്സ് സർക്കിളിലുള്ള പലരും ജോലിക്ക് കയറി കഴിഞ്ഞു. അവർ ഫാമിലിനെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എവിടെ എത്തിയിട്ടില്ല. ഞാൻ സ്ലോലി റിയലൈസ് ചെയ്തിട്ടൊരു സാധനമാണ്, നമ്മളൊരിക്കലും മറ്റു മനുഷ്യരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ചിലർ പെട്ടെന്ന് സക്സസ് എത്തിയെന്ന് വെച്ചും വരും, പക്ഷെ ചിലർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ആ പോയിന്റിൽ എത്തുക. മറ്റു ചിലരുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മൾ പുറമേ നോക്കുമ്പോൾ ഭയങ്കര സക്സസ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ബ്രോക്കൺ ആയിരിക്കും. കാര്യമുണ്ടോ? അപ്പം ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളല്ല അവരുടേത്, നമ്മൾ കടന്നുപോയ വഴികളല്ല അവരുടേത്, നമ്മളുടെ ഗോൾസ് അങ്ങനെ എല്ലാം ഡിഫറെൻറ്റാണ്. ഞാൻ ഇങ്ങനെയൊക്കെ കത്തി വെക്കുന്നു എന്ന് വെച്ചിട്ട് ഞാൻ എവിടെ എത്തി എന്നല്ല അർത്ഥം. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്, ഇപ്പോഴും എവിടെയെങ്കിലും എത്തും എന്നുള്ളൊരു ഹോപ്പിൽ മൂവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും എത്തും, ടെൻഷൻ അടിക്കണ്ട. എവിടെയെങ്കിലും എത്തോളൂ, ടൈം എടുക്കട്ടെ, സാരമില്ല. ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ എത്ര ഉള്ളൂ. ടാറ്റ, ബൈ ബൈ. കണ്ടതിൽ സന്തോഷം.